ഹലോ, ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ട്രെൻഡായിക്കൊണ്ടിരുന്ന ഇഫ ചിക്കൻ ഉണ്ടാക്കി നോക്കിയാലോ? ട്രെൻഡൊക്കെ കഴിഞ്ഞു, പക്ഷെ നമുക്കിപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇതുപോലെ 2 വലിയ പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു മാരിനേഷൻ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും കുറച്ച് കാശ്മീരി ചില്ലിയും തൈരും ഉപ്പും കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് വിനെഗറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മാരിനേഷന്. ഇനി ഇത് നമ്മുടെ ചിക്കനിലേക്ക് തേച്ചിട്ട് ഒരു 1 or 2 hours ഒക്കെ നല്ലപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴാണ് നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിലേക്ക് പിടിച്ചിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഇതിന് വേണ്ട ഒരു സോസ് തയ്യാറാക്കണം. അപ്പോൾ സോസ് തയ്യാറാക്കാൻ അതാണ് നമ്മുടെ ഇഫ ചിക്കൻ്റെ ഹൈലൈറ്റ്. ആ സോസാണ്. സോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 കോഴിമുട്ടയുടെ വെള്ളം, വേവിച്ച് 2 കോഴിമുട്ടയുടെ വെള്ളം എടുക്കാം. കുറച്ച് അല്ലി വെളുത്തുള്ളിയും 2 സ്ലൈസ് ചീസും കുറച്ച് ഫ്രഷ് ക്രീമും കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ടില്ലെങ്കിൽ കുറച്ചുകൂടെ ഓയിൽ ചേർത്തിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്താൽ മതി. ഇത് നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ബട്ടറും ഓയിലും കൂടെയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. രണ്ടും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ചിക്കൻ നല്ലപോലെ 2 സൈഡും തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. ചിക്കൻ നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ച സോസ് ചിക്കൻ്റെ മുകളിലേക്ക് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഈ സോസ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു 5 minutes നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ലപോലെ ചിക്കൻ കവർ ചെയ്യുന്ന രീതിയിൽ സോസ് സ്പ്രെഡ് ചെയ്യാം. എന്നിട്ടൊരു 5 minutes നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ഇഫ ചിക്കൻ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പ്ലേറ്റിങ്ങും കാര്യങ്ങളൊന്നും വേണ്ട, നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ സോസാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഈ സോസ് കൂട്ടി ആ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനും ആ സോസും കൂടെ വരുമ്പം അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളിയാണ്, ഒരിക്കലും റിഗ്രറ്റ് അടിക്കില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ബൈ.